എല്ലാവർക്കും പരാതിയാണ് ഷാനോടെ ഞങ്ങൾ രണ്ടാൾക്കും ഒരുമിച്ചു അന്ന് സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ് തിരക്കായതുകൊണ്ട്. അതെ, നമുക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ സ്റ്റുഡിയോയിൽ വന്നേക്കാണ്. അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ആരൊക്കെ എന്തൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാവരും ഷാനുവിനെ ചോദിക്കുന്നുണ്ട്, ഷാനു എന്താണ് കല്യാണം കഴിക്കുമോ? ഇതിൻ്റെ അനിയനാണ് കല്യാണം, എനിക്ക് ഓൾറെഡി കല്യാണം കഴിഞ്ഞതാണ്. എൻ്റെ ഹസ്ബൻഡ് പിന്നെ ഇപ്പം അടുത്ത് വരും. അങ്ങനെയൊക്കെ അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ പാട്ട് പാടാനായിട്ട് വന്നിരിക്കുകയാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ. ഇപ്പോൾ നമ്മൾ പാട്ട് പാടാൻ വന്നേക്കാണ്. സ്റ്റുഡിയോ കാര്യങ്ങളും സെറ്റപ്പ് കാണിച്ചു തരാം. അതിനകത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്കത് ഇപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ആഫ്റ്റർ റിലീസിന് ശേഷം എന്തായാലും പറയാണ്ട മക്കളെ, ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് തന്നെയാണ് എപ്പോഴും, മരണം വരെ ഉണ്ടാവും. വേറെ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും പോലെ എൻ്റെ ഷാനു ഷമീറിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. നമ്മളെ ശങ്കാണ് കേട്ടോ. യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പേജ് കിട്ടും അല്ലേ? ഓക്കെ. പിന്നെ അതുമല്ല, നിങ്ങൾക്ക് അന്ന് ഇതിൻ്റെ ഒപ്പം കൂടി അന്നൊന്നും മോണിസേഷനൊക്കെ കട്ടായി കിടക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. യൂട്യൂബ് വഴി ഒരു വരുമാനവും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഇനി ഒരുമിച്ച് പിന്നെ നിന്നതുകൊണ്ടും അങ്ങോട്ട് കൂടെ പറയുന്നുണ്ടല്ലോ, അങ്ങനെ തട്ടിയെടുത്തു അങ്ങനെ ഒന്നും ഒരു സിറ്റുവേഷനും ഉണ്ടായിട്ടില്ല. സീറോ ഒരു ഇതിൽ മാത്രമാണ് ഉള്ളത്. റീച്ചും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ പൈസ കിട്ടിയായിരുന്നു അല്ലേ? അല്ലേ? അതല്ല, അന്നൊക്കെ നിങ്ങളിത് ഓണാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം റീച്ച് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓണാവാത്തത് കൊണ്ട് കംപ്ലൈൻ്റ് ആയി കടക്കായത് കൊണ്ട് ഒന്നും കാര്യങ്ങൾ പറഞ്ഞുതരാം. വീഡിയോ ചെയ്യാനും എടുക്കാനൊന്നും പറ്റൂല, ബുദ്ധിമുട്ടായിരിക്കും. ഇനി ചിലപ്പോൾ ഞങ്ങൾ ഇപ്പം തന്നെ ഒന്നും കാണാൻ കുറേ ദിവസം കണ്ടായിരിക്കും കാണുന്നത് അല്ലേ? പറയാൻ പറ്റൂല. അല്ല, പറയാൻ പറ്റില്ലല്ലോ, മനുഷ്യന്മാരുടെ കാര്യമല്ലേ. ഞങ്ങൾ വീഡിയോ എടുക്കാൻ ചിലപ്പം ഞങ്ങൾ എത്രയും ലോങ്ങാണ്, ഓരോ എടപ്പാളാണ്, ഞാൻ വളപ്പുരമാണ്. എത്രയും നമ്മൾ ലോങ്, ഒരുപാട് ലോങ്ങാണ്. ചിലപ്പോൾ ഞങ്ങൾ എങ്ങോട്ടൊരു പരിപാടികളോ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാകുമ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ച് കാണല്. അല്ലാതെ നിങ്ങൾ വിചാരിച്ച പോലെ ഞങ്ങൾ അടുത്തൊന്നുമല്ല. ഞങ്ങൾ കുറേ നടക്കണ കാണുമല്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കാണാമെന്നല്ലാതെ നിങ്ങൾ വിചാരിച്ചപ്പോൾ ഷാനു അവിടെ പോയി ഷാനുൻ്റെ കൊണ്ടുമ്പോൾ കെട്ടി നടക്കും പോലെയാണ് നിങ്ങളെ ചോദ്യങ്ങൾ. പക്ഷേ ഇപ്പോൾ എന്താ ഷാനുവിനും ഇതിനോട് പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയില്ല. ഹാപ്പിയാണ്, ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. രണ്ടുപേരും നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ഞങ്ങൾ രണ്ടാളും നല്ല സന്തോഷത്തിലാണ്. ഒരിക്കലും പറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ എന്താ വെച്ചാൽ ഒരു അനിയനും ഒരു പെങ്ങളും എന്താണ് കാര്യങ്ങൾ പറഞ്ഞുതരാറുണ്ട്. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, നല്ല പോലെ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞുതരാനും ഒക്കെ ഒരു കുഞ്ഞനിയനുണ്ട്. പിന്നെ മുർഷിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ മുർഷി എന്താന്ന് വെച്ചാൽ ആൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആൾ കുറച്ച് ബിസിയാണ്. മുർഷി മോനി ചോദിക്കണ്ടേ? അതന്നെ പറയുന്നത്. എല്ലാവർക്കും നമുക്ക് എപ്പോഴും ഇപ്പോൾ ഒരാളെ കൂടെ വീഡിയോ എടുക്കാനും അങ്ങനെ കാര്യങ്ങൾക്കൊന്നും എപ്പോഴും നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മുർഷിക്കും ഓൻ്റേതായിട്ടുള്ള ബിസിയും കാര്യങ്ങളും എനിക്കുണ്ട് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളും, താത്താക്കുണ്ട് താത്തയുടെ കാര്യങ്ങളും, അങ്ങനെ ഒരുപാട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുറെ ഫുള്ള് തിരക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഏതായാലും ഇവിടെ സ്റ്റുഡിയോ ഓൾറെഡി നമ്മൾ കുറച്ച് ദിവസം മുന്നേ പാടി വെച്ച സോങ് ആയിരുന്നു. അപ്പോൾ അത് ഓൾറെഡി കമ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് ചെയ്യാൻ പോവാണ് അല്ലേ? ഇപ്പോൾ അതിൻ്റെ റെക്കോർഡിങ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ആഗ്രഹമായിരുന്നു സപ്പോർട്ടിനെ കൊണ്ട് പാട്ട് പാടിക്കണം ആഗ്രഹം. നമ്മളത് സക്സസ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളും അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളിവിടെ പുറത്ത് വെയിറ്റ് ചെയ്തിട്ട് വീഡിയോ കൊടുക്കുകയാണ്. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഷെബീർ ഷാനുവിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.